ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾക്ക് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 2 കോഴിമുട്ട പൊട്ടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ പുറത്ത് ഇറക്കി വെക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബൂസ്റ്റിലും മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര അത് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ലയിക്കുന്നത് വരെ അടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സർ ജാറിലിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊരു പാത്രത്തിലിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഒരു 1/4 കപ്പോളം ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം അടിച്ച അത്രയും അടിക്കണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പോളം ബൂസ്റ്റിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാക്കറ്റ്, ഒരു 5 രൂപയുടെയൊക്കെ 2 പാക്കറ്റ് ബൂസ്റ്റ് ഇതിലോട്ട് മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കണത് എന്നാന്ന് വെച്ചാൽ ഒരു 1/4 സ്പൂണോളം വാനില എസൻസ് ആണ്. അത് ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ ബൂസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വാനില എസൻസ് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് മൈദയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അരിച്ചതാണ് കേട്ടോ. അരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണതാണ് എപ്പോഴും മിക്സ് ആക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പം കിട്ടുക. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കട്ടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സാവകാശം മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഓവർ മിക്സിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണത് പയ്യെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ നമുക്ക് കിട്ടണം. കണ്ടല്ലോ, ലൂസും അല്ല എന്നാൽ തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഓയിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നോൺ സ്റ്റിക്ക് പാനിൽ തയ്യാറാക്കാം. ഞാൻ ഇത് ഡയറക്റ്റാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസുമ്മ വെച്ചിട്ട് കരിഞ്ഞു പോകുന്ന പേടിയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒരു പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടും ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഡയറക്റ്റ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് മാക്സിമം പോയാൽ 15 മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഡയറക്റ്റ് ഗ്യാസുമ്മയാണ് വെക്കുന്നതെങ്കിൽ, അല്ല നമ്മൾ പാനിൻ്റെ മുകളിലേക്കാണ് വെക്കണമെങ്കിൽ ഒരു 30 മിനിറ്റോളം എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബൂസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ ആ ഒരു കളറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഇത് തുറന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു നടുഭാഗമൊക്കെ കുഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.